അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് അനിത, എൻ്റെ സ്ഥലം ചെങ്ങന്നൂർ. ഇത് എൻ്റെ മകളാണ് അനഘ. ഞങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. എനിക്ക് 4 വർഷം കൊണ്ട് ഭയങ്കരമായ ബ്ലീഡിംഗ് ആയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ 4 പാട് വെച്ചാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഓരോ പേഷ്യൻസിനും ചീട്ട് നോക്കി മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ ഓരോ മാംസപിണ്ഡമാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഉയർന്നിർന്ന് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അന്നേരവും ഞാൻ ഓർക്കും, ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതുപോലെ വന്നു. നീ എന്തിന് വിഷമിക്കുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഭയങ്കരമായ ബ്ലീഡിംഗ് ആണ്, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് മാതാവിൽ വിശ്വാസമാണോ എന്ന് ചോദിച്ചു. ശരി, ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൽ വിശ്വാസമാണ്. ഞാൻ ചോദിച്ചു, ഏത് മാതാവാണ്? ഇവിടെ അടുത്തുള്ള മാതാവാണോ എന്ന് ചോദിച്ചു. അല്ല, ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലെ മാതാവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ സ്ഥലം അറിയത്തില്ല, ഞാൻ എന്തു ചെയ്യും? അന്നേരം പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, നീ ഈ പത്രം ഒന്ന് വായിച്ചിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം നീ എന്നെ വിളിക്കാൻ പറഞ്ഞു. ശരി, ഞാൻ വൈകിട്ട് ചെന്നിട്ട് ഞാൻ ഈ പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ മാതാവിൻ്റെ അടുക്ക വന്നാൽ എൻ്റെ രോഗസൗഖ്യം പൂർണ്ണമായിട്ട് ഭേദപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയി. ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വീട്ടിലൊരു മാതാവിൻ്റെ രൂപം അവിടെ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നു. ഞാൻ കാലെടുത്ത് അവിടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഉണ്ട് മാതാവിൻ്റെ തലയിൽ നിന്ന് ഉപ്പ്. ഞാൻ ഓർത്ത് ഇത് എന്തൊരു അത്ഭുതം. നോക്കിയപ്പോൾ ഉപ്പ് കൂമ്പാരമായിട്ട് കുമിഞ്ഞു മണ്ടയ്ക്കൂടെ പോയി അതാണ്ട് അവരുടെ പാത്രത്തിലും ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്കും വീഴുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇതിങ്ങനെ വരാൻ കാരണം? കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് എങ്ങനെ പീരീഡ് വരുന്നത് അതുപോലെ മാതാവിൻ്റെ പുറകിൽ കൂടെ തൈലം ഇങ്ങനെ ഒഴുകി വരുന്നു. അവൾ പെട്ടെന്നൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ചോദിച്ചു, നീ വരാൻ നോക്കിയിരുന്നോ ഈ മാതാവ് എനിക്കിവിടെ അത്ഭുതം തരാനും വേണ്ടിയെന്ന്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാനൊരു അക്രൈസ്തവയാണ്, എന്നാലും ഞാൻ മാതാവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ അവളോട് പിറ്റേ ദിവസം പറഞ്ഞു, നിനക്ക് എന്നെ ഒന്ന് കൃപാസനത്തിൽ വരെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ കാല് കുത്തിയപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് മുല്ലപ്പൂവിൻ്റെ അഭിഷേകമാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ മാതാവ് എന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ വന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ആരുമില്ല, മാതാവേ ഇത് നീ പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റിത്തരണം. ഞാൻ ഹോസ്പിറ്റലുകളിലെല്ലാം ഞാൻ പോയി, ഡോക്ടർമാരെല്ലാം ബയോപ്സി FNAC ടെസ്റ്റും എല്ലാം ഇട്ട് വിടുവാണ്. പക്ഷേ എനിക്ക് ഡോക്ടർമാർ ഒരു രോഗവും കണ്ടുവരുന്നില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് മാറുന്നു. പിന്നെ പിറ്റേ മാസം അതുപോലെ ആകും. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മാതാവ് എനിക്കറിയത്തില്ല, എനിക്ക് പീരീഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് വരെ എനിക്ക് കാണാനുമില്ല. ഇതുവരെ ഇപ്പം അത് പൂർണ്ണമായിട്ട് എൻ്റെ അമ്മ മാതാവ് അത് മാറ്റി തന്നു. പിന്നെ രണ്ടാമത്തെ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിലൊരു കറുപ്പുണ്ടായിരുന്നു. അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്ന, നിനക്ക് മന്ദയാണെന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മന്ദയല്ല, ഞാനൊരു ഹോസ്പിറ്റലുകളിലും ഞാൻ പോത്തില്ല, ഞാൻ ഡോക്ടറെ കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കണ്ണുനീരോടെ ഞാൻ ഇവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപം മേടിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു. ഞാൻ മാതാവിനോട് കണ്ണുനീരോടെ പറഞ്ഞു, മാതാവേ ഞാൻ ഒരു ഹോസ്പിറ്റലുകളിലും പോത്തില്ല, നിന്നെ വിശ്വസിച്ച് നിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ്. അമ്മേ എനിക്ക് ആരുമില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ല, ഞാനൊരു കടയിൽ പോയി നിന്ന് ജോലി ചെയ്യുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമെടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കാലിൽ ഞാൻ കുരിശ് വരച്ച് ഞാൻ കണ്ണുനീരോടെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. ഇന്നത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. ഇപ്പോൾ എന്നെ കളിയാക്കിയവരുടെ മുൻപിൽ എനിക്ക് നീട്ടി കാണിക്കാൻ എൻ്റെ കൃപാസന അമ്മ എനിക്ക് തന്ന സൗഖ്യമാണെന്ന് എനിക്ക് 100 വട്ടവും എൻ്റെ അമ്മയോട് ഞാൻ 100 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിലാണെങ്കിൽ ഒരു മുഴ പോലെ വരുന്നു, അത് ദിവസവും വളർന്ന് വരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്തോ അമ്മേ, എന്തൊരു പരീക്ഷണം അമ്മേ ഈ കാണിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെ പോകും? എന്തോ ചെയ്യും? അങ്ങനെ ഇരുന്ന് ഒരു രാത്രി എൻ്റെ കുഞ്ഞ് പറയുന്നു, അമ്മേ എനിക്ക്
വാ തുറക്കാൻ വയ്യ, എനിക്ക് വെള്ളം ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നീ വിഷമിക്കരുതേ, ഞാൻ നിനക്ക് അമ്മയുടെ മാതാവിൻ്റെ മുൻപിൽ ഞാൻ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ്, നിനക്ക് ഞാൻ തരുന്നത് നീ കഴിക്കുക. അങ്ങനെ അമ്മയുടെ തൈലവും ഉപ്പും ഞാൻ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തു. അവിടുന്ന് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് FNAC ടെസ്റ്റ് ചെയ്യണം, ക്യാൻസർ ആണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഇവക്ക് ബയോപ്സിക്ക് അയച്ചു. ഞാൻ കണ്ണുനീരോടെ 2 മണിക്ക് 3 മണിക്ക് വരുന്ന കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നടവഴിയിൽ വിരിപ്പിലും പോക്കിലും എല്ലാം ഞാൻ എൻ്റെ അമ്മമാതിനോട് ഒരു കരഞ്ഞു പറഞ്ഞ്, അമ്മേ എനിക്ക് ആരുമില്ലേ, നീയാണ് എൻ്റെ എല്ലാ സംരക്ഷണമെന്ന് പറഞ്ഞു. അങ്ങനെ FNACയുടെ ടെസ്റ്റ് വന്നു. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് നീ മരിക്കത്തില്ല, നിൻ്റെ കുഞ്ഞ് നിനക്ക് പൂർണ്ണവതിയായ ആരോഗ്യവതിയായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കുഞ്ഞ് പ്ലസ് ടുവിനാണെങ്കിൽ എല്ലാത്തിനും മാർക്ക് കുറവായിരുന്നു. ഞാനിവിടെ വന്നു അച്ഛനെ കണ്ട് തൈലം പൂശി അവളോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി പരീക്ഷയ്ക്ക് കയറ്, നിന്നെ അമ്മ മാതാവ് നിന്നെ അനുഗ്രഹിച്ചോളൂ. ഉപ്പും തൈലവും കൊടുത്ത് ഞാൻ ഇവളെ വിട്ടു. എൻ്റെ കുഞ്ഞിന് പ്ലസ് ടുവിന് അവളെ കളിയാക്കിയവരുടെ മുൻപിൽ എൻ്റെ കുഞ്ഞിന് നല്ല മാർഗോടുകൂടി എൻ്റെ കുഞ്ഞിന് ജയിക്കാൻ എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ 10 പൊതി കെട്ടി മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ കൊണ്ടുവച്ചിരുന്ന് ഉപ്പും തൈലവും തേച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ രാവിലെ ഗവൺമെൻറ് ആശുപത്രികളിലെല്ലാം പോയി രാവിലെ പേഷ്യൻസിൻ്റെ എല്ലാം എടുക്കെ പോയിരുന്ന് രോഗികളായിട്ട് കാണുന്നവർക്ക് അമ്മ മാതാവിൻ്റെ തൈലം കൊണ്ടുവച്ച് ഓരോ കാശ് രൂപം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന കാശ് രൂപവും ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് ഇതിന് അർഹതപ്പെട്ടവരെ അമ്മേ നീ കാണിച്ചു തരണമെന്ന് പറയും. അപ്പോൾ അമ്മ കാണിച്ചു തരുന്നത് എനിക്ക് കാലില്ലാത്തവരെയും കൈയില്ലാത്തവരെയും അന്ധനെയാണ് കാണിച്ചു തരുന്നത്. അവർക്കെല്ലാം ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം തേച്ച് ഓരോ പൊതിയും കൊടുക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം ഞാൻ അനാഥാലയത്തിൽ പോയും വഴിയോരങ്ങളിലിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി, ഇത്രയും അനുഗ്രഹം എനിക്ക് തന്നതിൽ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40:29-30. തളരുന്നവനെ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റി വീഴാം. യേശുവിൽ പ്രിയമുള്ളവരെ, അനിത എന്ന സഹോദരിയുടെ സാക്ഷ്യം ജീവനുള്ള സാക്ഷ്യമാണ് ആ കുട്ടി പറയുന്നത്. ഇത്രയും വലിയ കൃപ കൊടുക്കാൻ പരിശുദ്ധമ്മ ഇവളെ കണ്ടെത്തി യോഗ്യയാക്കിയാണ്. ഒത്തിരി വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി, ബ്ലഡ് കട്ടയായിട്ട് പോവുകയാണ്. മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്ന മോളാണ്. അവിടെ നിന്ന് എനിക്ക് ജോലി ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അമ്മയോട് പറയുകയാണ്, എന്തു ചെയ്യും ഞാൻ, എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റിത്തരണമേ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധമ്മ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് കൃപാസനത്തിൽ പോകാവോ? പരിശുദ്ധമ്മയെ, നിനക്ക് വിശ്വാസമുണ്ടോ? ആ സഹോദരി ഇവരോട് ചോദിക്കുക. അവരുടനെ പറയുകയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കറിയില്ല ഏതാണ് കൃപാസനം, എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകാവോ? അവരുടനെ പറഞ്ഞു, കൊണ്ടുപോകാം. ഇവർ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്ന വ്യക്തിയാണ്. ഈ മോള് അനിത അവരുടെ വീട്ടിൽ ചെല്ലുകയാണ്. അവരുടെ വീട്ടിൽ ചെന്ന് കയറി കാലെടുത്ത് വെച്ചപ്പോൾ പരിശുദ്ധമ്മയുടെ രൂപം അവരുടെ മേശപ്പുറത്തുണ്ടായിരുന്നു. ഈ മോള് നോക്കിയപ്പോൾ കണ്ടത് ഉപ്പുപൊടികൾ മേളിൽ നിന്ന് പരിശുദ്ധ അമ്മ വഴി താഴേക്ക് വീഴുന്നതാണ് കണ്ടതെന്ന്. അതിനുശേഷം ബ്ലീഡിങ് ഉള്ളതുപോലെ പരിശുദ്ധമ്മയുടെ രൂപത്തിൻ്റെ പുറകിൽ നിന്ന് ഉടമ്പടി തൈലം ഒഴുകി വരുന്നെന്ന്. അവരുടനെ ഒരു പാത്രം കൊണ്ടേ വെച്ചു, അതിലത് അവരെടുത്തു. ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരടയാളം കൊടുത്തു. ആ സഹോദരി ചോദിക്കുകയാണ്, നീ വന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണോ പരിശുദ്ധമ്മ എനിക്ക് ഇതുവരെ ഒരു അടയാളം തരാതെ ഇതുവരെ ഇരുന്നതെന്ന്. ഈ അക്രൈസ്തവയ മോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പരിശുദ്ധമ്മ അവിടെ അഭിഷേകം കൊടുക്കുകയാണ്, ഇവർക്ക് വിശ്വാസം കൊടുക്കുകയാണ്. അവർക്ക് അമ്മയോടുള്ള വിശ്വാസം അവർക്ക് വർദ്ധിച്ചിട്ട് പറയുകയാണ്, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ അവിടെ?
അവരന്ന് വരെ സഹിച്ച വേദനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ അടുത്ത് സമർപ്പിക്കാനായി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തു. വന്ന പാടെ അമ്മ സുഗന്ധാഭിഷേകം നൽകിയ. ഇത്രയും സ്നേഹിക്കുന്ന അമ്മയെ നമ്മൾ എങ്ങനെയാണ് വിട്ടുകളയുക? അമ്മ സുഗന്ധാഭിഷേകം കൊടുത്തതിന് ശേഷം അവർ ഉടമ്പടിയെടുത്തു. ഉടമ്പടിയെടുത്ത് അവർക്ക് വിശ്വാസം വളരെ അധികമായി. അവർ യൂട്യൂബിൽ ആരാധന കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് ഒരിക്കലും അവർക്ക് ഈ രോഗം ഉണ്ടായിട്ടില്ലെന്ന്, ഈ ബ്ലീഡിങ് എന്ന രോഗം അവർക്ക് വന്നിട്ടില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഒരു ഉള്ളിൽ കഴിച്ചെന്നാണ് പറയുന്നത്. അമ്മയെ കണ്ട് അടയാളം കിട്ടിയപ്പോൾ തന്നെ അവരുടെ രോഗം സൗഖ്യപ്പെടുകയാണ്. അതിനുശേഷം കാലിലൊരു കുഷ്ഠം ഉണ്ടായിരുന്നു, ഒരു മുറിവ് ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു പാടുണ്ടായിരുന്നു. ആളുകളെല്ലാം കളിയാക്കുകയാണ്, നിനക്ക് കുഷ്ഠമാണെന്നും പറഞ്ഞു. അമ്മയോട് പറഞ്ഞ, അമ്മേ എനിക്ക് ആരുമില്ലമ്മേ, എനിക്കൊരു വരുമാനവും ഇല്ലമ്മേ, ഞാൻ ചെയ്യുന്ന ഒരു ജോലിയിൽ നിന്നാണ് ജീവിതം നയിക്കുന്നത്, എനിക്കിതെല്ലാം ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഒരു വഴിയുമില്ല, അമ്മ തന്നെ മാറ്റിത്തരണമെന്ന് നിർബന്ധം പിടിക്കുമോ അമ്മയെടുത്ത്? അമ്മയല്ലേ തരാനുള്ളൂ. ഒരിക്കലും സാധിക്കില്ലെന്ന് പറയുന്ന കാര്യം ലൈറ്റ് വെയിറ്റായിട്ട് അമ്മ അത് മാറ്റിക്കൊടുക്കുകയാണ്. ഒരു ഭാരവുമില്ല, ഭാരമെല്ലാം മാറി എന്ന് അനിത പറയുകയാണ്. അവരാ വ്രണം ഉണങ്ങാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അവരെ സാക്ഷ്യപ്പെടുത്താനായിട്ട് അമ്മ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഉടമ്പടി ഉപ്പും തൈലവും അവർ ആ കാലിൽ പുരട്ടി. പിന്നീട് ഇതുവരെയും ആ രോഗം ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ മുൻപിൽ അവരേറ്റുപറഞ്ഞു സാക്ഷ്യപ്പെടുത്തി. നിങ്ങൾ കുഷ്ഠമെന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചില്ലേ, പരിശുദ്ധ അമ്മ എനിക്കിത് മാറ്റിത്തന്ന്, അമ്മയുടെ ഉപ്പും അമ്മയുടെ തൈലവുമാണ് ഞാൻ ഉപയോഗിച്ചത്, അപ്പോൾ എനിക്കിതെല്ലാം മാറ്റിത്തന്നെന്ന് അവർ പറയുക. അതിനുശേഷം കുഞ്ഞിനുണ്ടായിരുന്ന അവൾ 10ാം ക്ലാസ്സിൽ അവൾക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. അവളോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി നീ പരീക്ഷ എഴുതണം. അമ്മയുടെ കാശുരൂപവും കൊടുത്തു വിട്ടു. പോകുമ്പോൾ തേനും തൈലവും കൊടുക്കുമായിരുന്നു. അങ്ങനെ പോയി പരീക്ഷ എഴുതി 10ാം ക്ലാസ്സിൽ അവൾ വലിയ മാർക്കോടുകൂടി പാസ്സായെന്ന്, ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സാകാൻ സാധിച്ചു. അതിനുശേഷം ആ മോളുടെ തൊണ്ടയിലൊരു മുഴ പോലെ വന്നു, തടിപ്പ് പോലെ കണ്ടു. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരെല്ലാം ടെസ്റ്റുകൾ നടത്തി. ആ ടെസ്റ്റിലെല്ലാം പോകുമ്പോൾ അവർ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസ പ്രമാണമാണ് ഇവരെ ശക്തിപ്പെടുത്തിയതെന്ന് അവർ പറയുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ ശക്തിപ്പെടുത്തിയത് വിശ്വാസ പ്രമാണമാണ്. അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ടെസ്റ്റിന് പോയപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഡോക്ടർ പറയുകയാണ്, നിൻ്റെ മോള് ജീവിക്കും, അവൾക്കൊരു കുഴപ്പവുമില്ല. ക്യാൻസർ ആണെന്ന് കരുതിയാണ് അവരെല്ലാം ടെസ്റ്റ് നടത്തിയത്. ഇങ്ങനെയാണ് അമ്മ കൊടുക്കുന്ന ഓരോ കൃപകൾ, അനുഗ്രഹങ്ങളാണ് അമ്മ കൊടുക്കുന്നത്. ഇത്രയും ഭാരപ്പെട്ട് നിരുന്ന മോൾക്ക് അമ്മ ലൈറ്റ് വെയിറ്റായിട്ട് ഇതെല്ലാം സാവധാനം സന്തോഷകരമാക്കി മാറ്റുകയാണ്. അവർക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ഒരു തുക എല്ലാ മാസവും പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് അവരാഗ്രഹിക്കും. അത് കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം പൊതിച്ചോറ് കൊടുക്കാൻ നേരത്ത് ഭക്ഷണം പാകം ചെയ്തെടുത്തിട്ട് അമ്മയുടെ മുന്നിൽ വരും. അമ്മ, ഇത് ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത്? അവരെ കാണിച്ചു തരണം. ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ട് അത് വിശുദ്ധീകരിച്ച് അവർ കുരിശ് വരച്ചാണ് അത് കൊടുത്തു വിടുന്നത് അവർക്ക്. അത് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ മുടന്തരെയും കണ്ണ് കാണാൻ പാടില്ലാത്തവരെയും തളർന്നു കിടക്കുന്നവരെയും കാണിച്ചു കൊടുക്കും അമ്മ. അവർക്കാണ് നിൻ്റെ ഭക്ഷണം ഇന്ന് ആവശ്യം. അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയാണ് ഇവർ. അവരോട് പറയുകയാണ്, എനിക്ക് അമ്മ തന്നതാ, ഇതുപോലെ നിങ്ങൾക്കും തരും അമ്മ, ഈ അനുഗ്രഹം കിട്ടും നിങ്ങൾക്കെന്നും പറഞ്ഞ് പത്രവും ഭക്ഷണ പൊതികളും
കാശുരൂപം, അമ്മയുടെ കാശുരൂപം വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ഈ അൾത്താരയിൽ വന്ന ഈ അനിതയും കുടുംബത്തിനും സമർത്ഥമായി പരിശുദ്ധ അമ്മ ഇനിയും സാക്ഷ്യം പറയാൻ ഇടവരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അമ്മ ഈ ഈശോയും ചെയ്ത വൻ കൃപയ്ക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.